ഓണത്തോടനുബന്ധിച്ച് ആലപ്പുഴ കഞ്ഞിക്കുഴിയിൽ പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് കർഷകനായ VP സുനിൽ. ഒരു റിപ്പോർട്ട്. ഇത് തമിഴ്നാടോ കർണാടകമോ അല്ല, കേരളം തന്നെയാണ്. ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി. ഇവിടെ വിശാലമായ പൂന്തോട്ടം ഒരുക്കിയത് VP സുനിൽ എന്ന കർഷകനാണ്. ഈ ഓണത്തിന് അത്തമിടാൻ 3 നിറത്തിലുള്ള ബന്ദിപ്പൂക്കളും വാടാമുല്ലയും തുമ്പയും പൂത്തെളിഞ്ഞു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തിൽ നിറയെ പൂമ്പാറ്റകളാണ്. വിവിധ നിറങ്ങളിലുള്ള പൂമ്പാറ്റകൾ പാറിപ്പറന്ന് പൂക്കളിൽ നിന്ന് തേൻ നുകരുന്ന കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ പുഷ്പങ്ങളെല്ലാം കാണാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കണ്ണൂർ തൊട്ട് കാസർഗോഡ് മുതൽ തൊട്ട് ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. വരുമ്പോൾ അവർക്ക് മനസ്സിന് കുളിരേകുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് വിരുന്നൊരുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മുടെ ചെണ്ടുമുല്ല ഏതാണ്ട് 30,000-ഓളം വരുന്ന ചെണ്ടുമുല്ലയും വാടാമുല്ലയും ചേർന്ന 5 കളറാണ് നമ്മൾ പൂക്കൾ കൃഷി ചെയ്തിട്ടുള്ളത്. ഏകദേശം 2 ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് നമ്മൾ ഈ പൂന്തോട്ടം നിർമ്മിച്ചത്. പക്ഷേ കാലാവസ്ഥ നമുക്ക് പ്രതികൂലമായിരിക്കുകയാണ്. കാരണം മഴ വരുമ്പോൾ പൂക്കളെല്ലാം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നാട്ടിലെ മറ്റ് കർഷകരുടെ പൂക്കൾക്ക് കൂടി വിപണന സൗകര്യം ഒരുക്കാൻ വേണ്ടിയാണ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തും കൃഷിഭവനുമായി സഹകരിച്ച് സുനിൽ സ്വന്തം കൃഷിയിടത്തിൽ പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സുനിലിൻ്റെ പരിപാടിയാണ് കഞ്ഞിക്കുഴി പുഷ്പോത്സവം. ഇവിടെ ചെടികൾ വാങ്ങാൻ കഴിയും, പൂക്കൾ കാണാൻ കഴിയും, ഇവിടെ സെൽഫി എടുക്കാം, റീൽസ് എടുക്കാം. ഇതെല്ലാം പകർത്തി നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ കർഷകർക്കെല്ലാവരും ആശ്വാസമാകുന്നത്. അത്തരത്തിലൊരു സമീപനം ഈ ഒരു അവസ്ഥയിൽ, മാറിയ കാലാവസ്ഥയിൽ കാലവർഷം ചതിച്ചിട്ടും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഒരു അതിജീവനത്തിൻ്റെ പൂക്കളാണ് ഇവിടെ കഞ്ഞിക്കുഴിയിൽ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത്. പൂക്കൾ വിൽപ്പനയ്ക്ക് വേണ്ടി മാത്രമല്ല, പൂക്കളുടെ ശോഭ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് അവസരമൊരുക്കുമ്പോൾ കർഷകന് ഇരട്ടി നേട്ടമാണ് ലഭിക്കുക. പൂന്തോട്ടത്തിൽ പ്രദർശനമൊരുക്കിയുള്ള കഞ്ഞിക്കുഴിക്കാരുടെ ഈ വിപണന രീതി അനുകരിക്കാവുന്നതാണ്. രവി മാരാരി, ദൂരദർശൻ ന്യൂസ്, ആലപ്പുഴ. കോഴിക്കോട് അത്തോളി ഗ്രാമപഞ്ചായത്തിലെ ഓണക്കാല പൂക്കൃഷി പദ്ധതിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ നിർവഹിച്ചു. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ 11 വനിതാ ഗ്രൂപ്പുകളാണ് കൃഷി നടത്തിയത്. ഈ മാസം 10, 11, 12 തീയതികളിൽ നടത്തുന്ന ഓണച്ചന്തയിൽ പൂക്കൾ വിൽപ്പനയ്ക്കെത്തും. ഞങ്ങളുടെ വാർഡിലുണ്ടാക്കിയ കുറേ പൂവെല്ലാം അങ്ങനെ ചീഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള പൂവ് അവിടെ ഇതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അവരെയും കൂടി ഇങ്ങോട്ട് വിളിച്ചതാണ്. 2 സംഘടനകളെയും കൂടി ഒന്നിച്ചിട്ട് നമുക്ക് ഉദ്ഘാടനമാക്കി നടത്താവുന്നതിലാണ് ഓരോ കൂടി ഇങ്ങോട്ട് വിളിച്ചത്. അതായത് നമുക്ക് അടുത്ത വർഷം 17 വാർഡുകളിലും ഇപ്രാവശ്യം 11 വെച്ചാൽ അടുത്ത കൊല്ലം 17 വാർഡുകളിൽ തന്നെ 2-3 സംഘടനകളിലായിട്ട് നമുക്കിങ്ങനെ പൂക്കൃഷി ആരംഭിക്കണം. എന്നുവെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഘട്ടം എന്ന നിലയിൽ നമ്മളൊരു ഇതും കൂടിയാണ്